ഈ കേരളത്തിലേക്ക് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടൊരു കാഴ്ച, ഒരു കാലത്ത് കേരളം സ്വീകരിക്കാതിരുന്ന BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നു. എറണാകുളം നഗരഹൃദയത്തിലുള്ള തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം BJP പിടിച്ചെടുക്കുന്നു. പാലക്കാട് അവർ നിലനിർത്തുന്നു. പഞ്ചായത്തുകൾ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും. ഒരു കാലത്ത് കേരളത്തിൻ്റെ മണ്ണും മനസ്സും എല്ലാം ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിനും UDF-നും ഒപ്പമായിരുന്നു. പക്ഷെ അവിടെയാണ് വർഗീയത മാത്രം പറയുന്ന BJPക്ക് സ്പേസ്. തിരുവനന്തപുരം പോലെയുള്ള സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ നഗരവാസികൾ BJPക്ക് സ്പേസ് കൊടുക്കുന്നു. എറണാകുളത്തെ നഗരവാസികൾ BJPക്ക് സ്പേസ് കൊടുക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് മുന്നോട്ടുണ്ടാക്കാൻ കഴിയുന്നു. കൊല്ലത്തുണ്ടാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് BJPയെ കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം സാക്ഷരതയുള്ള അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന് പേരുകെട്ട കേരളത്തിലെ ജനങ്ങൾ വർഗീയത മാത്രം പറയുന്ന, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് RSS പറയുന്ന അതേ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ ആ സംഘപരിവാരത്തിൽ ഒന്നായ BJPയെ കേരളത്തിലെ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കാനുള്ള ഒരു കാരണം? ഇതിൽ രണ്ട് കൂട്ടർക്ക് ഉത്തരവാദിത്തമുണ്ട്. LDF-നും UDF-നും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ വന്ന ഒരു കാര്യം, ഈ രണ്ട് മുന്നണികളുടെയും കെടുകാര്യസ്ഥത, അവരുടെ പ്രാപ്തിയില്ലായ്മ, അവരുടെ അഴിമതി. ഇപ്പോൾ UDF-ലാണ് പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ തമ്മിത്തല്ല്. അങ്ങനെ അനവധി കാര്യങ്ങളിൽ മടുത്തിരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു മൂന്നാം കക്ഷിയെ പരീക്ഷിച്ചുകൂടാ എന്നൊരു നിലപാട് കുറേ ആളുകൾക്ക് വരും. പിന്നെ വേറൊന്ന്, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് പല തരത്തിലുള്ള സൗകര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതായത് സാമുദായികമായ ചേരിതിരുണ്ടാക്കുന്ന മട്ടിൽ, പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുന്ന മട്ടിലാണ് പിണറായി ഗവൺമെൻറ് പെരുമാറുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ആഗോള അയ്യപ്പ സംഗമം, അതിനാരെയാണ് ക്ഷണിച്ചത്? പുറത്തുനിന്നൊരു അതിഥിയെ വിളിച്ച ആരാ? UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്. അദ്ദേഹം സന്യാസിയാണ്, കാഷായ വസ്ത്രം അണിഞ്ഞ ഒരാളാണ്. ആലോചിക്കണം, ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ക്ഷണിച്ചത് UP-യിലെ യോഗി ആദിത്യനാഥിനെയാണ്. മനസ്സിലാവുണ്ടോ? അദ്ദേഹം വന്നില്ല. വരാഞ്ഞപ്പോൾ അദ്ദേഹം സന്ദേശം അയച്ചു. അത് വലിയൊരു വിശുദ്ധ പത്രമായിട്ട് അവിടെ വായിച്ച് അവതരിപ്പിച്ചു. അവിടെ ഇവരെ രണ്ടുപേരെയും NSS മുഖ്യനായ സുകുമാരൻ നായരെയും SNDP മുഖ്യനായ വെള്ളാപ്പള്ളിയും അവിടെ ആദരിച്ചു. ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ ഇവിടുത്തെ നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാനാക്കി. BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് വളരെ വ്യക്തമല്ലേ? അദ്ദേഹമല്ലേ BDJS എന്ന പാർട്ടി ഉണ്ടാക്കിയത്? അതിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ മകനല്ലേ? ആ BDJS, തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS NDA അംഗമല്ലേ? BJP-യിലെ അതിന്റെ നേതൃത്വം. അപ്പൊ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. അപ്പൊ BJP വളരുന്നുള്ളത് സ്വാഭാവികമല്ലേ? ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയത് പോലും ഈ ഇത്തരം പണികൾക്കുള്ള പ്രതിഫലമാണെന്നാണ് എൻ്റെ കണക്ക്. മാഷെ, ഒരു ചെറുപ്പകാലം അല്ലെങ്കിൽ വിദ്യാഭ്യാസകാലം, അതിനുശേഷമുള്ള കാലം, നമ്മളൊക്കെ ചെറുപ്പകാലത്തടക്കം ഇത്രത്തോളം ഒരു മതധ്രുവീകരണം സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് യുവതലമുറ അടക്കമുള്ള ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകൾ പോലും മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. കേരളത്തിനെ ആ പഴയ കാലഘട്ടത്തിലേക്ക്, അതായത് ചില ആളുകൾ പറയും കാളവണ്ടി യുഗമാണെന്നൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ 90-കളിലെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചാലും ശരി, ആ മതധ്രുവീകരണമില്ലാത്ത പഴയ കാലഘട്ടത്തിലേക്ക് ഇനി കേരളത്തെ കൊണ്ടുപോകാൻ കഴിയും? കൊണ്ടുപോകാൻ കഴിയും. എന്താ വെച്ചാൽ ഇതൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന, നമ്മൾ ഈ നവോത്ഥാനം ഉണ്ടാക്കിയാരാ? രാഷ്ട്രീയക്കാരാ. ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കോൺഗ്രസ് ആണ്. ആചാര ലംഘനമാണ് നവോത്ഥാനം എന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച കോൺഗ്രസ് ആണ്, പ്രധാനമായിട്ടും ഗാന്ധി. ഇപ്പൊ കേരളത്തിലെ 2 സമരം എടുത്തു നോക്കും, പ്രധാനപ്പെട്ട 2 സമരങ്ങൾ. ഒന്ന് വൈക്കം സത്യാഗ്രഹം 24-25 കാലത്തെ, ഗുരുവായൂർ സത്യാഗ്രഹം 31-32 കാലത്തെ. അതിൻ്റെയൊക്കെ പ്രചോദനം ഗാന്ധിയാണ്. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരൊക്കെ കോൺഗ്രസ്സുകാരാണ്. അന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2 സമരത്തിലും മുന്നിലുള്ള ആരാ? SNDP-യാ. അപ്പോൾ SNDP-യുടെ നേതാവ് TK മാധവൻ, വൈക്കം. അപ്പോ ഇവരൊക്കെ ഈ SNDP-യുടെ നേതാക്കന്മാർ പലരും കോൺഗ്രസ് ആണെന്നേ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. C കേശവൻ, സഹോദരൻ അയ്യപ്പൻ, TK മാധവൻ, R ശങ്കർ. പിന്നെ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട നേതാവ് മന്നത്ത് പത്മനാഭൻ, അദ്ദേഹം കോൺഗ്രസ്സാ. 1964 വരെ മന്നം കോൺഗ്രസ് ആണ്. 64 കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മന്നം പിരിഞ്ഞു പോകുന്നത്. അപ്പോ അന്ന് വൈക്കം സത്യാഗ്രഹത്തിനും ഗുരുവായൂർ സത്യാഗ്രഹത്തിനും അനുകൂലമാണ് മന്നം. അന്ന് ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞ് സവർണജാഥ നയിച്ച ആളുടെ പേര് മന്നം എന്നാണ്. മനസ്സിലാവുണ്ടോ? പിന്നെ ഇവർ വിമാന സമരം നടത്തും. അന്ന് ഇവരെ ഒന്നിച്ചാ. ഈ നായർ ഈഴവ സൗഹൃദം, SNDP NSS ഐക്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം പണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ട ആൾക്കാരാണ്. അത് 1903-ലാണ് SNDP ഉണ്ടാകുന്നത്. 11 കൊല്ലം കഴിഞ്ഞ് NSS ഉണ്ടായി. അനവധി കാര്യങ്ങളിൽ അവർ ഒന്നിച്ചാണ്.
കാര്യം മനസ്സിലായോ? അതായത് ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊക്കെ SNDP NSS ഒന്നിച്ചാണ്. പിന്നെ SNDP ഉയർത്തിപ്പിടിക്കുന്ന നാരായണ ഗുരുവും NSS ഉയർത്തിപ്പിടിക്കുന്ന ചട്ടമ്പി സ്വാമികളൊക്കെ ഒന്നിച്ചാണ്. അവരൊന്നിച്ച് പഠിക്കുകയെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് നാരായണ ഗുരു പഠിക്കുക, ഒരു ചെറിയ തർക്കമുണ്ട്. വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത് നാരായണ ഗുരു പഠിച്ചു എന്ന് ചിലർ പറയുന്നുണ്ട്. അങ്ങനെ ഇല്ല, അവർ ഒന്നിച്ച് പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അയ്യാവ് സ്വാമിയുടെ അടുത്താ പഠിച്ചതെന്ന് പറയുന്നുണ്ട്. ഏതായാലും അവരൊക്കെ ഒന്നാണ്. ഇവര് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വിമോചന സമരം നടക്കുമ്പോൾ, ഞാൻ ഒരു ഉദാഹരണം പറയാം. വിമോചന സമരം നടക്കുമ്പോൾ മന്നത്ത് പത്മനാഭനാണ് അതിൻ്റെ ഒരു നായകൻ. വേറെ നായകനാരാ? ആർ ശങ്കറാ. ആർ ശങ്കർ അന്ന് SNDPയുടെ സെക്രട്ടറിയാ, മന്നം NSSന്റെ പ്രസിഡന്റും. അന്നത്തെ ഒരു മുദ്രാവാക്യം ഞാൻ പറഞ്ഞുതരാം. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫയ്ക്ക് തങ്ങൾ സിന്ദാബാദ്. മന്നത്ത് പത്മനാഭൻ, ശങ്കർ, ആർ ശങ്കറാ. പട്ടം തന്നെ പട്ടനാണുള്ള. മന്നം പട്ടം ശങ്കർ ചാക്കോ, PT ചാക്കോ, ബാഫയ്ക്ക് തങ്ങൾ സിന്ദാബാദ്. വിമോചന സമരം. അപ്പൊ വിമോചന സമരത്തിലൊക്കെ ഒന്നിച്ചുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് വെള്ളാപ്പള്ളി നടേശനോ സുകുമാരനാരോ കണ്ടുപിടിക്കുന്ന ഒന്നല്ല NSS SNDP സൗഹൃദം എന്ന് പറയുന്നത്. അനവധി കാലം ഒന്നിച്ചായിരുന്നു. പിന്നെ ഇവരുടെ കാലത്താണ് അതൊക്കെ അകന്നു പോയത്. എന്നിട്ടിപ്പോ വെള്ളാപ്പള്ളി പറയാണ് അത് പിണങ്ങാൻ കാരണം മുസ്ലിം ലീഗാണ്. ഏതായാലും ഇപ്പൊ അദ്ദേഹം പറയില്ല, കാരണം മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയിട്ടാണ് അതൊക്കെ ചെയ്തത്. ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരെ അല്ലെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന തരത്തിലാണ് കേരളത്തിലെ മുന്നോട്ടുള്ള പോക്കെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഉത്തരേന്ത്യയിലേക്ക് ഒക്കെ നോക്കി നമ്മൾ ഒരു കാലത്ത് പറയും, ഉത്തരേന്ത്യയിലേക്ക് നോക്കി ബീഹാറിലും ഉത്തർപ്രദേശിലും അരങ്ങേറുന്ന പോലുള്ള സംഭവ വികാസങ്ങൾ ഇനി വരും കാലം കേരളത്തിൽ അരങ്ങേറിയാൽ അത്ഭുതപ്പെടാനില്ല. ആ രൂപത്തിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഗാന്ധിയൻ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ടോ? ഇല്ല. ഒറ്റ ഉദാഹരണം, ഇവരാണ് ഇപ്പോ യുവതീ പ്രവേശനം വേണം ശബരിമല എന്ന് പറഞ്ഞ ആരാ? സുപ്രീം കോടതിയാ. ചെയ്തില്ലല്ലോ. അത് ചെയ്യരുതാണ് അവർ പറയുന്നത്. അത് എല്ലാ കൂട്ടരും പറഞ്ഞത്. ഇപ്പോ ആചാര സംരക്ഷണമാണ് നവോത്ഥാനം എന്നുള്ള പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുക. ബഷീർ കൊണ്ട് പറഞ്ഞല്ലേ സമാധാനപരമായ യുദ്ധം, അതേമാതിരി. അതുകൊണ്ട് ഇതിന് ഒന്നാമത് രാഷ്ട്രീയക്കാർ മതം കളിക്കുന്നു, മതക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ഈ മതം ഏതാണ്, രാഷ്ട്രീയം ഏതാണ്, കച്ചവടം ഏതാണ് തിരിയാത്ത മട്ടിലാണ് കേരളത്തിലെ പണികളൊക്കെ. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് വനിതാ മതിലുണ്ടാക്കി. അതിൽ മുഖം മൂടി ഇട്ട പെണ്ണുങ്ങളുണ്ട്. സ്വന്തം മുഖം തുറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ത്രീയാണോ മറ്റവൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്? ഇപ്പൊ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതാരും മിണ്ടൂല. എന്താ ഉണ്ടാത്തത്? അങ്ങനെ. അതായത് വോട്ട് ബാങ്കുകൾ, ഇവർക്ക് വോട്ടും വേണം നോട്ടും വേണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതില് മതപൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുന്ന പണി ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പൗരോഹിത്യം ശക്തിപ്പെട്ടാൽ ഉണ്ടാവുന്നത് മതമൗലികവാദമാണ്. അതിന്റെ ഫലമാണ് എന്ത്? ഈ തരത്തിലുള്ള സമുദായ ധ്രുവീകരണം. അതിൽ എല്ലാവർക്കും പങ്കുണ്ട്. കഴിഞ്ഞ 5 കൊല്ലമായി അതിൽ ഏറ്റവും വലിയ പണിയെടുക്കുന്നത് നിർഭാഗ്യവശാൽ CPM ആണ്. അവസാനം ഒരു ചോദ്യം കൂടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇടതുമുന്നണി പറയുന്നത്, CPM പറയുന്നത് 10 വർഷത്തെ ഞങ്ങളുടെ ഭരണം വിലയിരുത്തി ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ്. മറുഭാഗത്ത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണി പറയുന്നു 10 വർഷത്തെ സർക്കാരിനെ വിലയിരുത്തൽ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചോദിച്ച് അവരെ ഡുവർ-ഡൈ മത്സരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് ഒരു മൂന്നാം കക്ഷിയായി NDAയുടെ പ്രവേശനം, അല്ലെങ്കിൽ BJPയുടെ. NDA എന്ന് പറയുന്നേക്കാൾ നല്ല BJP ആണ്. അത്തരത്തിൽ ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ, 3 മുന്നണികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മാഷൊരു കണക്കുകൂട്ടല്, ഒരു മുൻതൂക്കമാർക്കാണ്? ഒന്ന്, ഇത്തരം പ്രവചനങ്ങൾ നടത്താൻ വളരെ മടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. CPMന്റെ അണികൾ തന്നെ UDF വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഭരണം കിട്ടുക UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ. പിന്നെ BJP അവരുടെ നില എല്ലാ മണ്ഡലങ്ങളിലും മെച്ചപ്പെടുത്തും. 3-4 മണ്ഡലങ്ങളിൽ അവർ ജയിച്ചേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ പാലക്കാട് അന്ന് ആ പ്രശ്നം വന്ന ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. അവിടെ 2ാം സ്ഥാനത്ത് നേരത്തെ വന്നത് BJP-യാണ്. ഇപ്പോൾ ഇനി ഇലക്ഷൻ വരുമ്പോൾ അവിടെ സാധാരണഗതിയിൽ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് പറയാവുന്നത് അവിടെ പാലക്കാട്ട് BJP ജയിക്കുന്നതാണ് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തല്ലേ തൃശ്ശൂരിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടായത്. ആ MP ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് CPM വഹിച്ചില്ലേ? ആ പൂരം കലക്കിയയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത്കുമാറിന് പങ്കുണ്ടെന്ന് വളരെ വ്യക്തമല്ലേ? അപ്പൊ ആ തരം കളികളൊക്കെ CPM കളിക്കുന്നുണ്ട്. CPMന്റെയും
BJPയുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട പാലത്തിന്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാ. ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. അതായത് തെരഞ്ഞെടുപ്പ് മുഖത്ത് നമ്മളിപ്പം കാണുന്ന ഒരു കാഴ്ച, ഈ മതസംഘടനകളെല്ലാം തങ്ങൾക്ക് ഇന്ന സീറ്റ് വേണം. ഏറ്റവും അവസാനം ഞാൻ കണ്ട ഒരു വാർത്ത, തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട്, അതായത് കോൺഗ്രസും ലീഗും സീറ്റ് വെച്ചു മാറുകയാണെങ്കിൽ മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയിയെ കോൺഗ്രസ് പരിഗണിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നു. അതിന് പിന്നാലെ തന്നെ ഒരു ബിഷപ്പ് പറഞ്ഞത് അവിടെ ഒരു RC-കാരൻ വേണം, പെന്തക്കോസ്തുകാരൻ സ്ഥാനാർത്ഥിയായി വരേണ്ടത്. അതായത് കോൺഗ്രസോ അല്ലെങ്കിൽ CPM-ഓ മത്സരിക്കുന്ന സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം ആ പാർട്ടിക്ക് വിട്ടുകൊടുക്കണ്ടേ? എന്തിനാണ് സമസ്തയും ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളും? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയക്കാരൻ മതം കളിക്കുകയും മതക്കാരൻ രാഷ്ട്രീയം കളിക്കുകയും ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതാ. അതായത് കൊച്ചിയിലെ മേയർ ആരാവണം എന്ന് സഭ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഏത് സഭക്കാരനാവണമെന്ന് സഭ പറയുക. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഇല്ലാതെ വന്നപ്പോൾ അതിൽ സഭ എന്തിനാ പ്രതിഷേധിക്കുന്നത്? സഭയ്ക്ക് എന്തായാലും റോള്. അപ്പൊ ഇവർക്കൊക്കെ പ്രവേശനം കൊടുത്ത ആരാ? അതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമുണ്ട്, CPM-ന് ഉത്തരവാദിത്തമുണ്ട്, CPI-ക്ക് ഉത്തരവാദിത്തമുണ്ട്, മുസ്ലിം ലീഗിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, കോഴിക്കോട് സൗത്തില് ഇക്കഴിഞ്ഞ തവണ മുനീറിന്റെ സീറ്റിൽ നൂർബിന റഷീദ് മത്സരിച്ചു, ലീഗിന്റെ സ്ഥാനാർത്ഥി. അവർ തോറ്റു. എന്താ കാരണം? സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രസംഗിച്ചു, സ്ത്രീകളെ നിയമസഭയിൽ അയക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ. അതിനയാൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് ഇവിടുത്തെ ക്രിമിനൽ കുറ്റമാണത്. കാരണം ഇവിടുത്തെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ആശയത്തിനെതിരാണത്. അപ്പൊ മുസ്ലിം ലീഗുകാർ തന്നെ മുസ്ലിം ലീഗിനായിട്ട് വോട്ട് ചെയ്യാണ്. എന്നിട്ടാണ് അഹമ്മദ് ദേവർകോടി ജയിച്ചത്. മറ്റെങ്ങനെ അദ്ദേഹം ജയിക്കുക? അദ്ദേഹം 2.5 കൊല്ലം മന്ത്രിയായി. കണ്ടോ? അപ്പോ ഞാൻ ആവർത്തിക്കാതെ, രാഷ്ട്രീയക്കാർ മതം കളിക്കുകയും മതക്കാർ രാഷ്ട്രീയം കളിക്കുകയും. എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഈ ബിഷപ്പുമാരെയോ മതമേലധ്യക്ഷന്മാരെയോ സമുദായ നേതാക്കന്മാരെയോ പ്രീണിപ്പിച്ചാൽ വോട്ട് കിട്ടും. ഇവർ രാഷ്ട്രീയം പറഞ്ഞല്ല വോട്ട് മേടിക്കുന്നത്, സമുദായം പറഞ്ഞാണ്. ഇപ്പോൾ ഒരു നായർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നായരല്ലാത്ത ഒരാൾ നിർത്താൻ UDF-നോ LDF-നോ ധൈര്യമുണ്ടോ? മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിമിനല്ലാതെ നിർത്താൻ അവർക്ക് ധൈര്യമുണ്ടോ? അപൂർവമായിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ സാധാരണ ഇതിൽ പരിഗണിക്കുക എന്താ? ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മുന്നണി ഒരു നമ്പൂതിരിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ജയിക്കും എന്ന് ഉറപ്പുണ്ടോ? അത് LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ. കാരണം നമ്പൂതിരി സമുദായം എന്ന് പറയുന്നത് എണ്ണം വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ഇലക്ഷന് വരുമ്പോൾ നമ്മുടെ പാർട്ടിക്കാരനാണോ അല്ല നോക്കുന്നത്, നമ്മുടെ ജാതിക്കാരനാണോ എന്നാ നോക്കുന്നത്. രാഷ്ട്രീയമല്ല പ്രശ്നം, ജാതി മതമാണ് പ്രശ്നം. ഞാൻ ആവർത്തിക്കാതെ, ഈ 140 മണ്ഡലങ്ങളിൽ 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു നമ്പൂതിരി, ഒരു ബ്രാഹ്മണൻ നിർത്തുകയില്ല എന്നോ ജയിക്കുകയില്ല എന്നോ ഞാൻ പറയില്ല. നിർത്തുമോ, നിർത്തിയാൽ ജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്.